Okay, so അടുത്ത സെഷൻ ലാസ്റ്റ് സെഷൻ ആയിരിക്കും യൂണിറ്റ് 5. സോ ഒരു എക്സാമ്പിൾ ഞാൻ തന്നിട്ട് ഇത് നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് തന്നെ മാക്സിമം എപ്പോൾ ഈ ക്ലാസ് കേൾക്കണോ അന്ന് തന്നെ ഇത് എനിക്ക് ഈ ഗ്രൂപ്പിൽ ആൻസർ കിട്ടിക്കുക. അപ്പൊ ഇതിലിപ്പോ 3 ആട്രിബ്യൂട്ട് തന്നിട്ടുള്ളത്. പക്ഷെ മൊത്തം ഡേറ്റ സെറ്റ് എത്ര 5 ഉള്ളൂ ഡേറ്റ സെറ്റ്. പക്ഷെ 3 ആട്രിബ്യൂട്ടാണ്. അതായത് ഇപ്പൊ ഇന്നത്തെ ദിവസം വിൻഡി ഡേ ആയിരിക്കാം, ചിലപ്പോ സണ്ണി ഡേ ആയിരിക്കാം, ചിലപ്പോ എന്താ പറയുക ക്ലൗഡി ഡേ ആയിരിക്കാം. സോ അതാണ് ഇവിടെ പറയുന്നത് 3. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓരോന്നിന്റെയും എന്ത് ചെയ്യണം കാണണം. അതായത് റൂട്ട് നോഡ് ആരാണ്, A1 ആണോ, A2 ആണോ, A3 ആണോ, എന്നിട്ട് അതിന്റെ സബ് ട്രീ. ഇനിയാണ് നമുക്ക് എന്ത് ഇതില് സബ് ട്രീ എന്താ പറയാ, A2 ആവാം, ചിലപ്പോ A1 ആണ് റൂട്ട് നോഡ് ചെയ്യുക. അപ്പൊ ചിലപ്പോ സബ് ട്രീ A2 ആകാം, A3 ആകാം. ഇനി വീണ്ടും എന്താ ചെയ്യാം, നമുക്ക് A2 A3 ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ റൂട്ട് നോഡ് A2 ആവും, A3 ആവും, പക്ഷെ ഏതൊന്നേ വരുള്ളൂ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ഇതിനെ എന്ത് ചെയ്യാം, ടേബിൾ ചെയ്താൽ വീണ്ടും എൻട്രോപ്പി ആണ്. വീണ്ടും ഇതിന് A2 ആണോ A3 ആണോ ബെസ്റ്റ്, അത് സെലക്ട് ചെയ്തിട്ട് ആ സബ് നോഡ് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഇവിടെ A2 വരാം, ഇവിടെ A3 ആവും. നമുക്ക് ഫൈനലി ലീപ് നോഡിൽ എന്തായിരിക്കും, ഈ ഔട്ട്പുട്ടിൽ ഏതെങ്കിലും 0 ആയിരിക്കാം, 1 വരാം. അപ്പൊ നിങ്ങളിത് ഒന്ന് നോക്കുക. ഇത് പറ്റുന്നത് ചെയ്യുക. ഇതിന് ആൻസർ എൻ്റെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ആൻസർ ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യില്ല മാത്രമേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്ക് കിടക്കാം, കാരണം ഒന്നും സമയമില്ല. ഓക്കെ, അപ്പൊ ഓവർ ഫിറ്റിംഗ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് ഓവർ ഫിറ്റിംഗ്. മെഷീൻ ലേണിംഗിൽ, അതായത് നമ്മളിപ്പോ ഇത്രയും നേരം ഡിസിഷൻ ട്രീ പഠിച്ചത്, ഈ ഡിസിഷൻ ട്രീ ഒക്കെ നമ്മൾ പഠിക്കുന്ന മുമ്പ് ഒരു പ്രോബ്ലം നമ്മൾ പഠിച്ചായിരുന്നു. നമ്മുടെ ഒരു ഗ്രാഫ് വെച്ചിട്ട്, ലീനിയർ ക്ലാസിഫിക്കേഷൻ ഒരു ഗ്രാഫ് വെച്ചിട്ട്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു എക്സും വൈയും, അതായത് വൈ ഡിപ്പെൻസ് ഓൺ എക്സ്. അതായത് ഒരു ഡിപ്പെൻഡബിൾ വേരിയബിൾ ഉണ്ട്, ഡിപ്പെൻഡബിൾ വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. അപ്പോ എക്സ്, ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സിന്റെ വാല്യൂ എന്താണോ അതനുസരിച്ചായിരിക്കും വൈയുടെ വാല്യൂ വരും. അപ്പൊ നമ്മൾ ഒരു ലൈൻ വരച്ചു. അപ്പൊ നമ്മുടെ ഡേറ്റ സെറ്റ് ഉണ്ട്. ആ ഡേറ്റ സെറ്റ് എല്ലാം ലൈനിൽ വരികയാണെങ്കിൽ, ആ സ്ട്രെയിറ്റ് ലൈൻ വരികയാണെങ്കിൽ, അത് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു എന്താ പറയാ ഫിറ്റ് ആണ് അല്ലെ. എന്നാൽ എല്ലാ ഡേറ്റ സെറ്റും അതിൽ ഇൻക്ലൂഡ് ആയി. എന്താ പറയാ, കൺസിസ്റ്റൻസി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ. പക്ഷെ ഇതിൽ ഓവർ ഫിറ്റ് കഴിഞ്ഞാൽ, ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനൊരു ഷർട്ട് പുതിയ വാങ്ങി, പക്ഷെ ഭയങ്കര ലൂസാണ്, റെഡിമെയ്ഡ് ഷർട്ടായിരുന്നു. എന്താ പറയാ, എനിക്കാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് വരണം, പക്ഷെ ഭയങ്കര ലൂസിന് ഭയങ്കര ലൂസ്. ഇപ്പൊ ഞാൻ ടൈലെത്തി കൊടുത്തു, പഴയ ഷർട്ടിന്റെ അളവ്, അല്ലെങ്കിൽ അയാളോട് അളവെടുത്ത് നന്നായി ടൈറ്റ് ചെയ്യാൻ, നന്നായി ടൈറ്റ് ചെയ്ത്. പക്ഷെ അയാള് ആ മെഷർമെന്റിനേക്കാളും, അയാൾ മെഷർമെന്റ് എടുത്തിട്ടാവുമല്ലോ, അതിനേക്കാളും കൂടുതൽ തയ്ച്ച് എനിക്ക് എന്താ പറയാ, എന്താ പറയാ, ഷർട്ട് കയ്യിൽ ജസ്റ്റ് ഇടാൻ മാത്രമേ സ്ഥലമുള്ളൂ, ബാക്കി എല്ലാം ടൈറ്റ് ചെയ്യാം, ഒരു എയർ പോലും അതിനുള്ളിൽ കിടക്കാൻ പറ്റില്ല. അപ്പൊ അതിനർത്ഥം എനിക്കിനി വീണ്ടും ഷർട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും എന്തെങ്കിലും ഒരു പുതിയ ഒരു എന്താ പറയാ, ആ ഷർട്ടിനകത്ത് ഒരു ഡിസൈൻ വരയ്ക്കാമോ, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് എക്സ്ട്രാ ഇടാൻ പറഞ്ഞാൽ സ്ഥലമില്ല. ഒരു പുതിയ ഡേറ്റ വന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ സ്ഥലമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഇപ്പൊ ഇപ്പൊ ഈ ഒരു ലൈൻ ഉണ്ട്, ഇതിലാണ് ഇപ്പൊ എല്ലാ ഡേറ്റ സെറ്റും. ഇപ്പൊ ഇവിടെ ഒരു ഡേറ്റ സെറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഡേറ്റ സെറ്റ് ഉണ്ട്, ഇവിടെ ഡേറ്റ സെറ്റ് ഉണ്ട്, ഇവിടെ ഡേറ്റ സെറ്റ് ഉണ്ട്. ട്രെയിനിങ് സമയത്ത് എല്ലാ ഡേറ്റ സെറ്റും മെഷീൻ പഠിച്ചു, ഇത് പഠിച്ചു, ഇത് പഠിച്ചു, ഇത് പഠിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ എല്ലാ ഡേറ്റ സെറ്റും ഇൻക്ലൂഡ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇത്രയും ഇറുക്കി. ഓക്കെ, അതാണ് ഓവർ ഫിറ്റിംഗ്. പക്ഷെ ഒരു പുതിയൊരു എക്സാം ക്വസ്റ്റ്യൻസ് വന്നു. ഇപ്പൊ നിങ്ങളുടെ എക്സാം നിങ്ങളുടെ കേസ് തന്നെ ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നു, പക്ഷെ ഇതിലുള്ള ടോപ്പിക് അല്ല, പക്ഷെ സംഭവം സിലബസിലുണ്ട് എന്ന് ചോദിക്കാം. അപ്പൊ ഈ ഡാറ്റ സെറ്റ് വന്നു കഴിഞ്ഞാൽ മെഷീൻ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി ഓവർ ഫിറ്റ് ആയി, ഈ ഡാറ്റ സെറ്റിനെ ഈ ലൈൻ ഇൻക്ലൂഡ് ചെയ്യണ്ടേ. മനസ്സിലായി? ഇത്രയും ടൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ കൊണ്ട് ഇരുത്തും. അപ്പൊ അതാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഓവർ ഫിറ്റിംഗ് മനസ്സിലായോ? അതായത് നമ്മൾ ഡ്രസ്സിന് നമ്മൾ ടൈറ്റ് ചെയ്യാൻ കൊടുത്തു, പക്ഷെ നമ്മൾ ആ കാലും കയ്യിലും അല്ലെങ്കിൽ പാന്റ് ടൈറ്റ് ചെയ്യാൻ കൊടുത്തു, ഭയങ്കര ടൈറ്റ്. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഇടയിൽ കൂടി കൈ
എന്താ പറയാ കാലിന്റെ ഇടയിൽ കൂടി കൈയുടെ എന്താ പറയാ കാലിൽ നമ്മൾ ഒരു പാന്റ് ഇട്ടിട്ടുണ്ടോ, അതിനെവിടെ ഒരു എന്താ പറയാ ഒരു സ്പേസ് ഇല്ല, അത്രയും ഫിറ്റാണ്. അപ്പൊ എന്താണ്, ഒരു പുതിയ ഡേറ്റ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജീവി വന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ കയറാനുള്ള സ്ഥലമില്ല, അത്രയും ടൈറ്റ് ആണ്. അതായത് അതിന്റെ അർത്ഥം നമ്മളൊരു ഇപ്പൊ ഒരു പാട്ട് പാടുക, നമ്മൾ റെക്കോർഡിങ്, അപ്പൊ ആ റെക്കോർഡിങ് സ്റ്റുഡിയോനകത്ത് വേറെ നോയ്സ് വരാം, ചിലപ്പോ എ സിയുടെ സൗണ്ട് വരാം, അല്ലെങ്കിൽ എ സിയുടെ അല്ലെങ്കിൽ ഫാൻ്റെ സൗണ്ട് വരും, അല്ലെങ്കിൽ ഫാൻ്റെ സൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിച്ചണിൽ എന്തെങ്കിലും വിസിലിന്റെ സൗണ്ട് വരാം, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ നോയ്സ് അടക്കം ഈ മെഷീൻ ലേണിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. ഓവർ അതാണ് അർത്ഥം. അതായത് ഇറ്റ് കണ്ടെയ്ൻസ്, ഈച്ച് ഡേറ്റ സെറ്റ് കണ്ടെയ്ൻസ്, ഒരു മിനിറ്റ്, സോ ആ ഓരോ ഡാറ്റ സെറ്റിൽ ഇൻപ്യൂരിറ്റീസ് വരാം, ചിലപ്പോൾ അശുദ്ധികൾ ഉണ്ടാവും, നോയ്സ് ഡേറ്റ ഉണ്ടാവും, ചിലപ്പോൾ നോയ്സസ് ഉണ്ടാവും, ഔട്ടേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ മിസ്സിംഗ് ഡേറ്റേഴ്സ് ഉണ്ടാവും. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, അതെല്ലാം ഇത് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് എല്ലാ ഡേറ്റ സെറ്റും ഇത് കൺസിഡർ ചെയ്യണം. നമ്മൾ പറയില്ല, ഇപ്പോ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും, അത് സാർ നല്ല ഡ്രസ്സാണ്, നല്ല അല്ലെങ്കിൽ നല്ല നല്ല മൊബൈൽ സാർ, നല്ല നല്ല ക്ലാരിറ്റി കാണാം, ഒരു മൊബൈലിന്റെ ക്യാമറ കാണിച്ചു സാർ നോക്കൂ. പക്ഷെ അതിന് എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടാവും, അത് അവർ പറയില്ല. പക്ഷെ ഇവിടെ ഓർബിറ്റിംഗ് മെഷീൻ ലേണിംഗ് ഇതും കൂടെ പഠിക്കാൻ, മിസ്യൂസ് പഠിക്കാൻ, ഇത് നല്ലതാണ് സാർ, ഇങ്ങനെ ഡ്രോബാക്ക് ഉണ്ട്, ഇത് പറഞ്ഞാൽ ആരെങ്കിലും വാങ്ങുമോ, ഇല്ല. അപ്പോൾ ഇത് എന്താ പറയുക, ഇൻക്ലൂഡ് എല്ലാ ഡേറ്റ സെറ്റും ഇത് കൺസിഡർ ചെയ്യണം, എല്ലാ ഡ്രോബാക്കും കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ എല്ലാ ഡ്രോബാക്കിനും പുറമേ ഉള്ളൊരു സാധനമാണ് എന്ത്, ഓവർ ഫിറ്റിംഗ്. അതായത് നോയ്സും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇംപ്യൂരിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇംബാലൻസ് ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു പേരാണ് എന്ത്, ഓവർ ഫിറ്റിംഗ്. ഓവർ ഫിറ്റിംഗ് ഇസ് എ ഈ മോഡൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു എന്താ പറയാ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഈ ലൈൻ വരച്ചു, ഈ ലൈനിൽ തന്നെ നമ്മൾ മാക്സിമം ഡാറ്റ സെറ്റ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം, എല്ലാ ഡാറ്റ സെറ്റും ഈ ലൈനിൽ. അതായത് ഇതൊരു മോഡലാണ്, ഓൾറെഡി ഒരു മോഡൽ വരച്ചിട്ടുണ്ട്, എല്ലാ ഡാറ്റ സെറ്റും ഇതിൽ തന്നെ വരണം എന്ന് നമുക്കൊരു ഭാഷയാണ്. അതായത് ഇതിന് പുറത്തുനിന്ന് വരാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ നിങ്ങൾ ചോദിക്കുക സാർ, ഈ ഞാൻ പഠിച്ചിട്ടുണ്ട് സാർ, 5 യൂണിറ്റ് 3 യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്, ഈ 3 യൂണിറ്റ് പഠിച്ച് എനിക്ക് എങ്ങനെ എക്സാം പാസ്സാവുമെന്ന് ചിലപ്പോ കേട്ട് വിചാരിച്ചപ്പോ ഈ ആ പഠിച്ച യൂണിറ്റ്, നിങ്ങൾ പഠിച്ച 3 യൂണിറ്റിൽ ചിലപ്പോൾ 2 യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടാവില്ല, മറ്റേത് 3 യൂണിറ്റിന്റെയും അല്ല ആ 7 യൂണിറ്റിന്റെ ക്വസ്റ്റിനെ ചോദിക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിച്ചതൊക്കെ എന്താവും, വേസ്റ്റ് ആവും. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഏത് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരാൻ പറയാൻ പറ്റില്ല. സോ അതാണ് മോഡൽ എക്സിബിറ്റ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാവണം, അതിൽ തന്നെ ഫിറ്റ് ആവണം എന്ന് പറയാൻ പറ്റില്ല. സോ പക്ഷെ ഇതാണ് പറയുന്നത്, ആ മോഡൽ കാണിക്കുക എല്ലാ ഡാറ്റ അതിൽ ഉണ്ടാവണം എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് പറയുന്നത്. ഒരു സ്റ്റാറ്റിക് സെറ്റ് ടു ബി ഓഫ് ഇറ്റ് കനോട്ട് ജനറലൈസ് വിത്ത്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം, ഇപ്പോ നിങ്ങളുടെ മിനി പ്രോജക്റ്റിന്റെ കേസാണ്. ഇപ്പൊ മിനി പ്രോജക്റ്റ്, നിങ്ങൾ ഒരു മിനി പ്രോജക്റ്റ് ചെയ്യണില്ല, ഇതില് ഒരു ഇമോജീസ്, അതായത് നമ്മുടെ മനുഷ്യന്മാർക്ക് ഒരു സാഡ്, ആംഗ്രി ഇമോഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഞാനൊരു ഇമോജീസ് ഒരു ഇൻപുട്ട് ആയിട്ട് തരാം, ഞാനാണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ പ്രോജക്റ്റ്. അപ്പൊ അതില് ഇമോജീസ് നമുക്കറിയാം സർക്കിളിനകത്താണ് അല്ലെ, നമ്മളൊരു സാഡിന്റെ ഇമോജീസ് ഇങ്ങനെ വരിക. ഇപ്പൊ ഞാനൊരു സ്ക്വയർ വരച്ചിട്ട് അതിനകത്തൊരു സർക്കിളില് അതിനകത്തൊരു ഇമോജി സാഡ് കൊടുത്തു. ഇത് മെഷീൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ മെഷീൻ കൊടുത്തിരിക്കുന്ന സർക്കിളിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സിമ്പിൾ വെച്ചാൽ അത് സാഡ് ആണ്. പക്ഷെ ഞാൻ എങ്ങനെ കൊടുത്തു, പക്ഷെ ഞാൻ പുറത്തൊരു ഒരു ട്രയാങ്കിളോ അല്ലെങ്കിൽ ട്രയാങ്കിളിനകത്തായിരിക്കും ഞാൻ ചിലപ്പോ ഒരു ഇമോജീസ് വരാം. ഒരു മിനിറ്റ്, ഓക്കെ. സോ അതാണ് എന്ത്, ഓവർ ഫിറ്റിംഗ്. ഇത് ഇത്തിരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, നമ്മൾ വേഗം ഒന്ന് പഠിച്ചിട്ടാണ് തീർക്കണേ. അപ്പോൾ ഇതില് ഇത് ഓവർ ഫിറ്റിംഗിന്റെ ചില ടേംസ് ഉണ്ട്, ചില എന്താ പറയുക, ഓവർ ഫിറ്റിംഗ് എന്താണെന്ന് അറിയുമെങ്കിൽ ചില ടേംസ് നമ്മൾ അറിയാം. അപ്പോൾ അതിന്റെ ടേംസ് ആണ് നോയ്സ്. നോയ്സ് കഴിഞ്ഞാൽ ഒരു അൺനെസറി ഇറലവന്റ് ഡേറ്റ, ഡാറ്റ സെറ്റില് ചില അൺനെസറി, ഇപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ 5 യൂണിറ്റിൽ ചില ടോപ്പിക് കേട്ട് ചോദിക്കില്ല, നിങ്ങൾ അതും കൂടെ പഠിച്ചിട്ട് പോകണം. അതും കൂടെ പഠിച്ചു പോയിട്ട് എന്ത് കാര്യം,
ഒന്നാമത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്നില്ല. അതുകൂടാതെ നിങ്ങൾ അൺനെസറി ടോപ്പിക്സ്, ചിലപ്പോൾ ആ ടോപ്പിക്ക് 1 മാർക്കിന്റെ പോലും ചോദിക്കും, 1 മാർക്കിന്റെ ടോപ്പിക് ആയിരിക്കും. ഇപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ ഒരു എന്താ പറയാ OS, അല്ലെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ അത് ഒരൊറ്റ സെന്റൻസ് ഉള്ളൂ, അത് കഴിഞ്ഞ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. നിങ്ങൾ അത് പഠിച്ചു പോയിട്ട് എന്ത് കാര്യം? ചിലപ്പോ അത് പഠിച്ചിട്ട് ആ ക്വസ്റ്റ്യന് വേണമെങ്കിൽ 1 മാർക്ക് കിട്ടാം, പക്ഷെ 5 മാർക്ക് കിട്ടും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇറലവന്റ് ഡാറ്റ സെറ്റിൽ ഉണ്ടാവാം. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ മെഷീൻ അത് എന്ത് ചെയ്യുന്നു, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ബയസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയസ് പറയുന്നത് ട്രെയിനിങ് സമയത്ത്, അതായത് ട്രെയിനിങ് സമയത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രെഡിക്റ്റീവ് വാല്യൂസ് ആൻഡ് ആക്ച്വൽസ്. ഇപ്പൊ നമ്മൾ ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ ഡയഗ്രം വരുന്നത് മനസ്സിലാവും. അതായത് ബയസ് പറഞ്ഞാൽ പ്രഡിക്ഷൻ. ഇപ്പൊ ഒരാളിപ്പോ ജോലിക്ക് വന്നു, അപ്പൊ ഞാൻ പ്രഡിക്ഷൻ ഇയാൾക്ക് ഇത്ര രൂപ സാലറി ഉണ്ടാവും, പക്ഷെ അയാൾ പറയും ഇത്ര രൂപ, അയാൾക്ക് ഒരു 80 രൂപ സാലറി, ഞാൻ 70 പ്രഡിക്റ്റ്. അപ്പോ എന്റെ ഡിഫറൻസ് എത്രയാണ്? 10. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത എത്രയാണ്? 70. പക്ഷെ അയാൾ കിട്ടിയതോ അയാൾക്ക് 80. അപ്പൊ എന്താണ്, ഞാൻ പ്രിഡിക്ഷൻ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോ ഡേറ്റ സെറ്റ് അതാണ്. അയാള് എല്ലാ പോർഷൻസും പഠിച്ചു പോയി, പക്ഷെ എക്സാമിന് ഇതിനേക്കാളും പഠിച്ചതിനേക്കാളും അൺഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഓവറായിട്ട് നിങ്ങൾ സിംപ്ലിഫൈ നോക്കി, അപ്പൊ എന്ത് ചെയ്തു, അല്ലെ വളരെ സിംപ്ലിഫൈ നോക്കി, അയാൾക്ക് ഇത്ര 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ഏകദേശം ഒരു കണ്ടുവച്ച സാലറി പ്രെഡിക്റ്റ് ചെയ്തു. പക്ഷെ മാനുവല് അയാൾക്ക് ഇപ്പോൾ നല്ല പെർഫോമൻസ് ആയിരിക്കും, നല്ല അറിയുന്ന ആളായിരിക്കാം, അപ്പോൾ സാലറി കൂടി കൊടുക്കും. അപ്പൊ നമ്മള് ബയസ്, ഡിഫറൻസ് കൂടുതലാണെങ്കിൽ എന്താണ്, അതാണ് എന്ത്, ബയസ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രെഡിക്റ്റഡ് വാല്യൂ ആൻഡ് ആക്ച്വൽ. വേരിയൻസ് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് കാണാപ്പാഠം പഠിക്കുന്ന നിങ്ങളുടെ പുസ്തക പുഴു നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. വെറും ബുക്കിലുള്ള പോയിന്റ്സ് മാത്രം പഠിക്കും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യില്ല, വേറെ എക്സ്ട്രാ പ്രോബ്ലംസ് എടുക്കില്ല, ആ ടോപ്പിക് റിലേറ്റഡ് ഉള്ള എക്സ്ട്രാ എനി അതർ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾ നോക്കാതെ ജസ്റ്റ് ആ ടോപ്പിക്കിൽ സിലബസ് എന്താ കൊടുത്തിരിക്കുന്നത് അത് മാത്രം പഠിച്ചു പോകുന്നു. കാണാപ്പാഠം പഠിക്കുന്നു, മനസ്സിലാക്കി പഠിക്കുന്നില്ല. അപ്പൊ അതാണ് എന്ത്, വേരിയൻസ്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു മിനി പ്രോജക്റ്റ് ചെയ്തു, അതിൽ ഇമോജീസ് മാത്രം കൊടുക്കണമെങ്കിൽ ആ സാർ ഇതാ ഔട്ട്പുട്ട് കിട്ടി. ഞാൻ ഇനി വേറെ അങ്ങനെയല്ലേ, അപ്പൊ ഞാൻ വേറെ എക്സ്ട്രാ കൊടുത്തു. ആ ഇമോജീസ് ഉണ്ട്, പക്ഷെ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് കൊടുത്തു, എന്നിട്ട് അതില് ഇമോജീസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. മെഷീന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് എന്ത്, വേരിയൻസ്. ഇതെല്ലാം ഓവർഫിറ്റിംഗിന്റെ എക്സാമ്പിൾ ആണ്, മനസ്സിലായോ? ഇനി ജനറലൈസേഷൻ, ഒരു അൺസീൻ ഡേറ്റ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ, ഈ മോഡലിനെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കണം. ഇങ്ങനെ വന്നാലും ഇതിനകത്ത് നോക്കൂ, ഈ ഇമോജിസ് ഇല്ലേ, പക്ഷെ അതിന്റെ പുറത്തൊരു സ്ക്വയറും കൂടെ വെച്ചതുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് മെഷീൻ ലേണിംഗ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. മെഷീനിന് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയും വരാം ഔട്ട്പുട്ട്, ഇങ്ങനെയും ഇൻപുട്ട് വരാം. അപ്പൊ ജനറലൈസേഷൻ ചെയ്യാം, മനസ്സിലായി? ഇപ്പൊ 3 ചക്രമുള്ള സാധനത്തിൽ നമ്മൾ എല്ലാത്തിനും ഓട്ടോ എന്ന് പറയാൻ പറ്റില്ല. ചില വെഹിക്കിൾ 3 ചക്രമുള്ള വെഹിക്കിൾ വരാം, അതെല്ലാം ഓട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓട്ടോ തന്നെ ആയിരിക്കണം 3 വീലുള്ളത് പറയാൻ പറ്റില്ലോ. ചില വണ്ടികൾ ഓട്ടോ അല്ലാതെ ചില വണ്ടികൾക്ക് 3 വീലുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓട്ടോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ജനറലൈസേഷൻ, അതാണ് ജനറലൈസേഷൻ. മനസ്സിലായല്ലോ? പിന്നെ അടുത്ത് നമ്മള് എന്താണ് ഇതിന്റെ ഓവർ ഫിറ്റിങ്ങും എന്താ പറയാ അണ്ടർ ഫിറ്റിങ്ങും. ഇതില് ഡയഗ്രാം, ഓവർ ഫിറ്റിങ്ങിന്റെ ഡയഗ്രാം വരച്ചില്ലേ? ഇത് ഡയഗ്രാം ഇല്ലല്ലേ? അപ്പൊ ഓവർ ഫിറ്റിംഗ് ഡയഗ്രാം ഉണ്ടായിരുന്നല്ലോ, കാണാനില്ല. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഓവർ ഫിറ്റിങ്ങിന് ഡയഗ്രാം ഞാൻ പറഞ്ഞുതരാം, അത് വരച്ചുതരാം. ഈ ഡയഗ്രാം ഇതില് ഇല്ല, അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. അപ്പൊ ഇതില് അണ്ടർ ഫിറ്റിംഗ് പറഞ്ഞാൽ, അതായത് ഇപ്പൊ ഉള്ള ഡാറ്റ സെറ്റ് ഞാൻ പറഞ്ഞു. ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോ ഒരാള് 5 യൂണിറ്റ് 1 യൂണിറ്റ് മാത്രം പഠിച്ചു. പക്ഷെ ആ 1 യൂണിറ്റ് ചിലപ്പോ KTD ചോദിച്ചിട്ടുണ്ടാവും, വേണമെങ്കിൽ 5, 5, 10. പിന്നെ ആ ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യനും വന്നു, അത് വെച്ചിട്ട് അവൻ പാസ്സാകുമോ? ഇല്ല. അപ്പൊ ഇവിടെ നോക്ക്, അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ലൈനിൽ വരച്ചു, ഈ സ്റ്റാർ ഒക്കെയാണ് എന്ത്, ട്രെയിൻ. ഇവൻ പഠിച്ചു, എല്ലാ ടോപ്പിക്കും പഠിച്ചു, പക്ഷെ അതിൽ ചില ടോപ്പിക് മാത്രം എന്ത് ചെയ്തു, ഈ ലൈനിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇതൊക്കെയാണ് ചോദിച്ച ക്വസ്റ്റ്യൻ, ഇതൊക്കെയാണ് ടെസ്റ്റ് ഡാറ്റ.
ട്രെയിനിങ് ഡാറ്റയുണ്ട്, ടെസ്റ്റ് ഡാറ്റയുണ്ട്, രണ്ട് ഡാറ്റയുണ്ട്. ട്രെയിനിങ് അതായത് മെഷീനൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഡാറ്റാസ് ഉണ്ട്, മെഷീൻ അങ്ങനത്തെ ഡാറ്റാസ് ഒക്കെ കാണിച്ചു കൊടുത്തു, മെഷീൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതില്ലാത്ത ഡാറ്റ മെഷീനിൽ കാണിച്ചു കൊടുത്തു, മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, മെഷീൻ ആൻസർ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താ പറയുക, ഈ സ്റ്റാർ ഉള്ളതാണ് ഈ ലൈനിൽ കവർ ചെയ്യുന്നത്. 2 സ്റ്റാറെ കവർ ചെയ്യുന്നത്, അതായത് 2 ട്രെയിനിങ് ഡാറ്റ സെറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി ഈ പഠിച്ചതൊന്നും എന്ത് ചെയ്യുന്നു, ഇത് വരുന്നില്ല. അപ്പൊ അണ്ടർ ഫിറ്റിംഗ് പറഞ്ഞാൽ എന്താ, ഇതില് ഹൈ ട്രെയിനിങ് എറർ, അതായത് നിങ്ങൾ എന്താ പറയാ, വളരെ 2-3 ഡേറ്റാസ് മാത്രമേ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ഹൈ ട്രെയിനിങ് ആണ്. പിന്നെ ടെസ്റ്റ് എറർ, ടെസ്റ്റിങ്ങിന് എന്താ പറയാ, ആ ടെസ്റ്റ് ഡാറ്റ കൊടുത്തിട്ട് മെഷീൻ കണ്ടുപിടിച്ചിട്ടേ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അത്രയും എററിന്റെ അർത്ഥം. ഇതിന്റെ ഒപ്റ്റിമം എന്നാൽ ഓവർ ഫിറ്റിങ്ങിന്റെ എക്സാമ്പിൾ, ഓവർ ഫിറ്റിങ്ങിന്റെ ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം ഞാൻ നിങ്ങൾ ഗ്രൂപ്പിൽ വേണമെങ്കിൽ അയച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ വരച്ചു തരാം. ഇവിടെ സ്റ്റാർ 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 ഉണ്ടെങ്കിൽ ഇത് മാത്രം കവർ ചെയ്യും. ഇവിടെ ഒക്കെ സ്റ്റാർ ഉണ്ട്. ഇവിടെ എന്താ പറയാ, ഡോട്ട്. ഇവിടെ എല്ലാം ടെസ്റ്റ് ഡാറ്റയാണ്. അതായത് ഇത് അത് കവർ ചെയ്യുന്നില്ല. അതായത് ഓൺലി ട്രെയിനിങ് മാത്രം, കാണുമ്പോൾ മാത്രം പഠിച്ചു പോയി. പക്ഷെ ഞാൻ എക്സ്ട്രാ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ ആ പ്രോബ്ലം മാത്രം പഠിച്ചു പോയി, ആ പ്രോബ്ലം പരീക്ഷയിൽ ചോദിച്ചില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, അത് നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് മെഷീനിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമല്ലേ കവർ ചെയ്യുന്നുള്ളൂ. ഇവിടെ ടെസ്റ്റ് ഡാറ്റ ഒക്കെ ഇതിന്റെ പുറത്താണ്. അപ്പൊ എന്താണ്, അതാണ് ഓവർ ഫിറ്റ്. പക്ഷെ ഇത് രണ്ടും വരാൻ പറ്റില്ല, അണ്ടർ ഫിറ്റ് ആവാൻ പറ്റില്ല, ഓവർ ഫിറ്റ് ആവാൻ പറ്റില്ല. അത് 2 പോർഷൻ. അതിന്റെ എക്സാമ്പിൾ ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾ മനസ്സിലാവും. കേട്ടോ, പഠിച്ച് ട്രെയിനിങ്ങിന്റെ സമയത്ത് അതും അയാൾ കാണിക്കുന്നുണ്ട്, അയാൾ ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. ഒരു ടെസ്റ്റ് ഡാറ്റ വന്നപ്പോഴും അയാൾ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേ റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ ഒരു ഒപ്റ്റിമം ആയിരിക്കണം, അതേ ഗുഡ് ഫിറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത് അണ്ടർ ഫിറ്റ് ആവാൻ, ഓവർ ഫിറ്റും ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. അതിന് ചില കാര്യങ്ങൾ അറിയണം. ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിംഗ് ആണ് മെഷീൻ പ്രോബ്ലത്തിലെ എറർ പ്രോബ്ലംസ്. മെഷീൻ ലേണിംഗിൽ മെയിനായിട്ട് എറർ പ്രോബ്ലംസ് വരുന്നത് ഇതാണ്. അതിപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂവർ പെർഫോമൻസ്, മെഷീൻ ലേണിങ്ങിനെ മെഷീനെ പഠിപ്പിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്, കാരണം പെർഫോമൻസ് പൂവർ ആണ്. അപ്പോൾ ഓവർ ഫിറ്റിങ്ങിൽ എന്താ, ദ മോഡൽ ഫിറ്റ്സ് മോർ ഡേറ്റ ദാൻ റിക്വയർഡ്. നമുക്ക് ആവശ്യമുള്ള ഡേറ്റ മാക്സിമം ഫിറ്റ് ചെയ്തു, പക്ഷെ റിക്വയർമെന്റ് എനിക്ക് ഇങ്ങനെയൊക്കെ ഡേറ്റ വന്നു, പക്ഷെ ഈ ഡേറ്റ എനിക്ക് കൊള്ളിക്കുന്ന സ്ഥലമില്ല. അതാണ് ഓവർ ഫിറ്റ് പറയുന്നത്. അതായത് ആക്ച്വലി നിങ്ങൾ പറയുമ്പോൾ ഹൈ ബയസ്, അതായത് പ്രെഡിക്ഷൻ എന്തായിരിക്കും, കുറവുള്ളായിരിക്കും. പ്രെഡിക്ഷൻ കുറവായിരിക്കും, പ്രെഡിക്ഷൻ എറർ കൂടുതലായിരിക്കും, അതായത് ബയസ് കൂടുതലായിരിക്കും. അടുത്തത് രണ്ടാമതായിരുന്നു വേരിയൻസ് കുറവായിരിക്കും. അയാൾക്ക് എന്താണ്, ബാക്കി എല്ലാം പഠിച്ചതൊക്കെ പറയാൻ പറ്റും, പക്ഷെ പുറത്തുള്ള അൺസീൻ ഡേറ്റേഴ്സ് ഒന്നും കാണിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇതിന്ന് എന്താ പറയാം നമുക്ക്, ഇറ്റ് ക്യാൻ ബി ലോ ബയസ് ആൻഡ് ഹൈ വേരിയൻസ്. അതായത് പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ പ്രഡിക്ഷൻ കഴിഞ്ഞപ്പോ അയാൾ 10 രൂപ സാലറി ആയിരിക്കും, ഞാൻ 2 രൂപ സാലറി ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രഡിക്റ്റ് ചെയ്യണം. അപ്പൊ എന്താണ്, അത്രയും വലിയ ഡിഫറൻസ് ആണ്. അതായത് ലോ ബയസ്, പ്രഡിക്ഷൻ എറർ എന്താ കൂടുതൽ, പ്രഡിക്ഷൻ കൂടുതൽ ചെയ്യാൻ പറ്റുമ്പോൾ പ്രഡിക്ഷൻ എറർ. ട്രെയിനിങ് സമയത്ത് എല്ലാം പെർഫെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഹൈ വേരിയൻസ് ടെസ്റ്റ് ഡാറ്റ വരുമ്പോൾ സമയത്ത് എന്ത് ചെയ്യുന്നു, എല്ലാം ഫെയിൽ ആണ്. അപ്പോൾ ഓവർ ഫിറ്റ് എപ്പോഴും ലോ ബയസും ഹൈ ബയസും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് പൂവർ പെർഫോമൻസ് വരുന്നത്, ദെൻ ഇറ്റ് ഈസ് ഹാസ് ലോ ബയസ്. ലോ ബയസ് എന്ന് അർത്ഥം ലോ വാല്യൂ, മനസ്സിലായോ? അതായത് എന്താ പറയാ, ലോ ബയസ് ഓക്കെ, അത് കറക്റ്റ് ആണ്, പക്ഷെ വേരിയൻസ് ലോ വേരിയൻസ് ആയിരിക്കാം. ഹൈ വേരിയൻസ് എന്താ, ഹൈ ഡിഫറൻസ്. ട്രെയിനിങ് എല്ലാം അയാൾ പെർഫെക്റ്റ് ചെയ്യുന്നത്, പക്ഷെ അൺസീൻ ഡേറ്റ ഒന്നും കവർ ചെയ്യുന്നില്ല. ഡസ് നോട്ട് പെർഫോം അക്യുറേറ്റ്ലി വിത്ത് കനോട്ട് ജനറലൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഇമോജി തന്നു ഞാൻ, പക്ഷെ അതിന്റെ ഇമോജി വേറെ കവർ ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് അയാൾക്ക് മെഷീൻ കൊണ്ട് പറ്റുന്നില്ല. എന്താ, ഹൈ വേരിയൻസ് ആണ്. പക്ഷെ ബാക്കി പ്രഡിക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റും, പ്രഡിക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലെ നമുക്ക്. അതാണ് ലോ ബയസ് എന്ന് പറയുന്നത്, ലോ ബയസ്, ലോ വാല്യൂ.
മനസ്സിലായോ? പ്രഡിക്റ്റ് ചെയ്താലും പ്ലസ് എക്സ്പെക്ട് വാല്യൂ കിട്ടുന്നുണ്ട്. അതൊരു കാര്യമില്ലല്ലോ. ചില ഡേറ്റാസ് അതിൽ 1-2 ഡേറ്റ ഔട്ട്സൈഡിൽ കിടക്കുന്ന അതും കൂടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സോ അതൊരു ഫെയിലിയർ ആണ്. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. 3 സ്റ്റുഡൻസ് ഉണ്ട്, എക്സും വൈയും സെറ്റും. എക്സ് ബുക്കിൽ ഒരു 3 സെക്ഷൻ മാത്രം പഠിക്കുന്നുള്ളൂ, ബാക്കി എല്ലാ സെക്ഷൻ വിടുകയാണ്. അതായത് നിങ്ങളുടെ 5 യൂണിറ്റിൽ 2 യൂണിറ്റ് മാത്രമേ 3 യൂണിറ്റ് മാത്രമേ അവൻ പഠിക്കുന്നുള്ളൂ. വൈ ഹാസ് ഗുഡ് മെമ്മറി ആൻഡ് എല്ലാ ബുക്കും എല്ലാ യൂണിറ്റും അവൻ പഠിച്ചു പോയി. എല്ലാ യൂണിറ്റും പഠിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്താ, പുസ്തകപ്പൊഴി. അതായത് ആ ടോപ്പിക്കിലെ കാണാപ്പാട് ബൈ ഹാർട്ടായിട്ട് സെന്റൻസ് ബൈ സെന്റൻസ് പഠിച്ചു. അതായത് ഗൂഗിളെ റെഫർ ചെയ്യുന്നില്ല. സെറ്റ് ആണെങ്കിൽ എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഡിസ്റ്റൻസ് ട്രീൻ്റെ ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അത് എന്ത് ചെയ്യാം, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാം, വേറെ ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരു പ്രോബ്ലം ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ട്, നിങ്ങളത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാമല്ലോ. ചിലപ്പോൾ 5 ആൻസർ വന്നു എന്ത് ചെയ്യും, അതും നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കണം. അതാണ് ഈ സെറ്റ്. അയാൾ ഏത് ക്വസ്റ്റ്യൻ തന്നാലും അയാൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് പറയാം, അപ്പൊ ഇവിടെ ഏതാണ് എക്സ് എന്താണ്, അണ്ടർ ഫിറ്റ് ആണ്. വൈ എന്താണ്, ഓവർ ഫിറ്റ് ആണ്. ഇവിടെ എന്താണ്, സെറ്റ് എന്താണ്, ഗുഡ് ഫിറ്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതാണ് ഹാപ്പൻ കണ്ട. നമുക്ക് ഗുഡ് ഫിറ്റ് ആണ് നമുക്ക് ആൻസർ ഉണ്ട്. ഓവർ ഫിറ്റിംഗ് ആകാൻ പാടില്ല. പിന്നെന്താണ് കണ്ട, അതാണ് ഇവിടെ എക്സാം പറയുന്നത് കണ്ട. മോഡൽ ലേൺസ് ദ ട്രെയിൻ ലൈക്ക് വൈ സ്റ്റുഡൻറ് വരെ എല്ലാം പഠിച്ചു. പക്ഷെ എന്ത് ചെയ്യുന്ന അൺഡേറ്റ സെറ്റ് അൺസീൻ ഡേറ്റാസിന് അയാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ അർത്ഥം, അയാളൊരു വൈ സ്റ്റുഡന്റ് എന്താണ്, എക്സ് സ്റ്റുഡന്റ് അൺഎബിൾ ടു, അത് അണ്ടർ ഫിറ്റിംഗ്. അപ്പൊ എക്സ് അണ്ടർ ഫിറ്റിംഗ് ആണ്, വൈ ഓവർ ഫിറ്റിംഗ് ആണ്. പക്ഷെ സെറ്റ് കണ്ട ഗുഡ്. അൺസീൻ ഡേറ്റ കാണാൻ പറ്റുന്നത് ട്രെയിനിങ് ഡേറ്റ സെറ്റും ചെയ്യാൻ പഠിച്ച ക്വസ്റ്റ്യൻസും ഒന്നും അതും അയാൾ ആൻസർ ചെയ്തു. പഠിക്കാത്ത ക്വസ്റ്റ്യൻസും അയാൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വന്നിട്ടും അയാൾ ആലോചിച്ച് ആൻസർ ചെയ്യാൻ പറ്റി. അപ്പൊ എന്താണ്, ഗുഡ് ഫിറ്റ് ആണ്. ഇനി എങ്ങനെ ഓവർ ഫിറ്റ് ഡിറ്റക്ട് ചെയ്യാം? ഒന്നുമില്ല, തന്ന ഡേറ്റ സെറ്റ് എന്ത് ചെയ്യാം, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ട്രെയിനിങ് ഡേറ്റ സെറ്റും ഒന്ന് ടെസ്റ്റ് സെറ്റ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഓരോ യൂണിറ്റ് ഇനി വീണ്ടും ആ ഒരു ട്രെയിൻ ഡേറ്റ സെറ്റിന് 80% ഡേറ്റ സെറ്റിന് ട്രെയിനിങ് ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, വീണ്ടും അതിനെന്ത് ചെയ്യുക, വീണ്ടും അതിനെ 80% ട്രെയിൻ ഡേറ്റ സെറ്റ് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുക, വീണ്ടും 20% ഡേറ്റ സെറ്റ് ചെയ്യുക. അതായത് ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ 5 യൂണിറ്റ് നിങ്ങൾ പഠിക്കും. നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ 5 യൂണിറ്റ് ആണ് എൻ്റെ ഡേറ്റ സെറ്റ്. നിങ്ങൾ ഒരു യൂണിറ്റ് പഠിക്കുക. പഠിച്ചിട്ട് ആ ഒരു യൂണിറ്റിന് 80% മാത്രം പഠിക്കുക. ബാക്കി 20% വേറെ ഏതെങ്കിലും പുറത്തുനിന്ന് മോഡൽ പോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ പഠിക്കുക, ഒരു യൂണിറ്റ് പഠിക്കുക, അപ്പോൾ അതിൽ 80% പഠിക്കുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നെറ്റിൽ നിന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന നോക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ, ചെയ്യാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ഫിറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. 85% അക്യുറസി ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. ട്രെയിൻ ഡേറ്റ സമയത്ത് 50% എങ്കിലും അയാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അത് ചെയ്യിപ്പിക്കാത്ത ഡേറ്റ സെറ്റ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇതിലൊരു ക്വസ്റ്റ്യൻ കണ്ട, ക്വസ്റ്റ്യൻ അല്ല ഡയഗ്രാം കണ്ട. ഇവിടെ ഇതിലിപ്പോ നോക്കൂ, ഈ മോളി യു എന്ന് പറയുന്നത് ഇത് ഓവർ ഫിറ്റിംഗ് ആണ്. കാരണം എന്താണ്, അയാളെ എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്തു, പഠിച്ചു. ഇതിലത്തെ ഡേറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ. ഇതിന് താഴെയുള്ളതൊന്നും എന്ത് ചെയ്യുന്നു, താഴത്തുള്ളതൊന്നും അയാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അണ്ടർ ഫിറ്റിംഗ് എന്താണ്, ഇത് മാത്രമേ അയാൾ കവർ ചെയ്യുന്നത്, ഇത് മുകളിലത്തൊന്നും പഠിക്കുന്നില്ല. പക്ഷെ ഗുഡ് ഫിറ്റിംഗ് എന്താണ്, ഈ ഒരു കണ്ടീഷൻ ഇത്രയും വേണം. അതായത് ഇത് മാത്രം പഠിച്ചാൽ മാത്രം പോരാ, ഇതിനകത്തുള്ള എല്ലാതും. അതായത് ട്രെയിനിങ് ഡേറ്റ സെറ്റ്. ഇപ്പൊ ഈ ഡയഗ്രാം ഒന്ന് ഓർത്ത് വയ്ക്കാം, ഇത് ഗുഡ് ഫിറ്റ്. ഈ ഒരു ഡയഗ്രാം ക്ലിയർ ചെയ്യാം. ഈ ഡയഗ്രാം എന്താണ്, അണ്ടർ ഫിറ്റിങ്ങും ഇത് ഓഫ് ഫിറ്റിങ്ങും. ഗുഡ് ഫിറ്റ് എപ്പോഴും ഇതിന്റെ നടുവിലായിരിക്കും, ഇൻ ഫിറ്റിംഗ് ആയിരിക്കും. ഓഫ് ഫിറ്റിംഗ് ആകുമ്പോഴുള്ള സ്വീറ്റ് സ്പോട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ. ഇനി വേസ് ടു പ്രിവെന്റ്, എങ്ങനെ ഓവർ ഫിറ്റിംഗ് പ്രിവെന്റ് ചെയ്യാം? ഓവർ ഫിറ്റിംഗ് വരും നമുക്കറിയാം, പക്ഷെ അതിന് തുടക്കം തന്നെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം. അതിന് ആദ്യം എന്ത് ചെയ്യുക, ഏർലി സ്റ്റോപ്പിംഗ് മെഷീൻ കൊണ്ട് അധികം നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം.
നമുക്കറിയില്ല, 1 2 പഠിക്കുക, നിർത്തും, പോസ് ചെയ്യുക. ഡാറ്റ സെറ്റ് വന്നു, അതിൽ 2 3 ട്രെയിൻ ചെയ്യുക, പോസ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം കാരണം എന്ത് ചെയ്യാം, കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ആകുമ്പോൾ കുറച്ചും കൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. കൂടുതൽ കോംപ്ലിക്കേഷൻ ആയാൽ നല്ലതല്ല. എന്നിട്ട് ഇതാ, അപ്പോൾ അതില് ട്രെയിൻ വിത്ത് മോർ ഡേറ്റ. എന്നിട്ട് എന്ത് ചെയ്യാം, മോർ ഡേറ്റിനെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതായത് ഏർലി സ്റ്റോപ്പിംഗ് പറഞ്ഞാൽ എന്ത് ചെയ്യാം, അധികം എന്ത് ചെയ്യാം, തിങ്ക് ചെയ്യാൻ മെഷീനെ ട്രെയിൻ കൊടുക്കണ്ട. ട്രെയിൻ വിത്ത് മോർ ഡേറ്റ, അതായത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റസ് മാത്രം ട്രെയിൻ ചെയ്യുക, അൺനെസറി ഡേറ്റസിനൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ ഏർലി സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത് ആ ഡേറ്റ ഹോൾ ഡേറ്റ സെറ്റ് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യത്തെ 2 3 പഠിച്ചു, ഓക്കെ മതി മതി. നമ്മൾ പറയില്ല, നമ്മള് എന്താ പറയാ, പാട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് അധികം കൂടുതൽ പഠിക്കുന്ന ആദ്യം തുറക്കുന്ന ഇത്ര പഠിച്ചാൽ മതി. ഇനിയിട്ട് എന്ത് ചെയ്യുക, അതിനെ വീണ്ടും ആ ട്രെയിൻ ചെയ്ത ഡാറ്റയെ വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. എന്നിട്ട് ഫീച്ചർ സെലക്ഷൻ, ആ ഡാറ്റ സെറ്റിൽ ബെസ്റ്റ് ഫീച്ചർ മാത്രം സെലക്ട് ചെയ്യുക. ഇനി ക്രോസ് വാലിഡേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ എൻ്റെ ഡാറ്റ സെറ്റിലെ 80% ട്രെയിനിങ്, 20% ടെസ്റ്റ് ഡാറ്റ. വീണ്ടും 80% ഡാറ്റ സെറ്റിനെ ട്രെയിൻ ഡാറ്റ സെറ്റ് വീണ്ടും 80% ആക്കുക, ട്രെയിൻ ഡാറ്റ സെറ്റ് വീണ്ടും 20% ഡാറ്റ സെറ്റ് ആക്കുക, ടെസ്റ്റ് ഡാറ്റ ആക്കുക. അതാണ് ക്രോസ് വാലിഡേഷൻ. ഡാറ്റ ഓഗ്മെന്റേഷൻ പറഞ്ഞാൽ ഇപ്പോൾ ഡാറ്റ സെറ്റ് വളരെ കുറച്ചേ ഉള്ളൂ ചെയ്യാം, അതിനെന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡാറ്റ ഓഗ്മെന്റേഷൻ പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയത് ഇത്രേ ഉള്ളൂ, കുഴപ്പമില്ല, വീണ്ടും നമുക്ക് സെറോക്സ് എടുത്ത് പഠിക്കുക. അപ്പൊ എന്ത് ചെയ്യും, മെഷീനെ കൂടുതൽ ലേൺ ചെയ്യിപ്പിക്കാൻ പറ്റും. റെഗുലൈസേഷൻ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ജനറലൈസേഷൻ ചെയ്യുന്ന പോലെ അൺസീൻ ഡാറ്റസിനെ മാക്സിമം മെഷീൻ കൊണ്ട് പഠിപ്പിക്കാൻ നോക്കുക. അപ്പോൾ മെഷീന് അത് പഠിക്കും. ഹൈപ്പോത്തസിസ് ഇൻ മെഷീൻ ലേണിംഗ് നമുക്കൊരു ഏകദേശം ഇനി ഒരു 10 സ്ലൈഡും കൂടി ഉള്ളൂ. ഹൈപ്പോത്തസിസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താ പറയാ, ഇപ്പൊ ഇന്ന് മഴ ഉണ്ടാവും വേണ്ട, സം സയന്റിസ്റ്റ് അൾട്രാ വയലറ്റ് ലൈറ്റ് ക്യാൻ ഡാമേജ് ഐസ്. അപ്പൊ ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്. അൾട്രാ വയലറ്റ് ലൈറ്റ് എന്തായാലും ബ്ലൈൻഡ്നെസ് വരും. എന്തുകൊണ്ടാണ്, അത് ഐസിൽ ഡാമേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ദിസ് എക്സാമ്പിൾ സയന്റിസ്റ്റ് ജസ്റ്റ് meant that UV rays are harmful to the eyes, but we assume that they may cause blindness. However, it may not be possible. So these type of assumption. So UV rays are harmful. ഇപ്പൊ നമ്മൾ എന്താ പറയാ, സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണം, അത് നമ്മൾ നെയ്ക്കഡ് ഐ കൊണ്ട് കാണാൻ പാടില്ലാണ് പറയുന്നത്. പക്ഷെ എത്രയോ പേര് കാണുന്നുണ്ടാവും. ചിലര് കണ്ടിട്ട് അപ്പൊ തന്നെ 1 മിനിറ്റ് കണ്ടിട്ട് അല്ലേ, അപ്പൊ നമുക്ക് പറയുന്നു നെയ്ക്കഡ് ഐ കൊണ്ട് കാണാൻ പാടില്ല. പക്ഷെ ആരെങ്കിലും ട്രൈ നോക്കി നെയ്ക്കഡ് ഐ കൊണ്ട്, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം, ചിലപ്പോൾ സംഭവിക്കാം. മേ ഓർ മേ നോട്ട് ബി. അത് ഹൈപ്പോത്തിസിസ് ആണ്, ഒരു അസംഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു അൺനോൺ ടാർഗറ്റ് ഉണ്ട്, ട്രെയിനിങ് എക്സാംസ് ഉണ്ട്, ഹൈപ്പോത്തിസിസ് ഫേസ്. അതെന്താണെന്ന് അത് അടുത്ത ഇതിൽ വരുന്നുണ്ട് സ്ലൈഡിൽ. അപ്പോൾ ഒരു അൺനോൺ ടാർഗറ്റ് ഉണ്ട്, ട്രെയിനിങ് എക്സാംസ് ഉണ്ട്, എന്നിട്ട് ഈ ലേണിംഗ് അൽഗോരിതം, അപ്പൊ ഡിസ്ട്രി അൽഗോരിതം ഇല്ല, അതൊരു ലേണിംഗ് അൽഗോരിതം. അപ്പോൾ അൺനോൺ ടാർഗറ്റ്, നമുക്ക് എന്താണ് ടാർഗറ്റ് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ വോയിസ് റെക്കഗ്നീഷൻ, ഞാൻ ചെയ്ത പ്രോജക്റ്റ് ആണ്. വോയിസ് റെക്കഗ്നീഷനിൽ ഹലോ കമ്പ്യൂട്ടർ പ്ലീസ് ഷട്ട് ഡൗൺ എന്ന് എൻ്റെ വോയിസ് പറയുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ കേൾക്കണം. ഇനി നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ആരെയും അഭിജിത്ത് ഗിരീഷ് വന്നിട്ട് ഹലോ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ എന്താ ചെയ്യാൻ പറ്റില്ല. ആദ്യം ആ വോയിസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇത് എൻ്റെ വോയിസ് അല്ലല്ലോ, രാകേഷിന്റെ വോയിസ് അല്ലല്ലോ, ഇത് ആരുടെ വോയിസ് ആണ്. അപ്പൊ മെഷീൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കുക. ആദ്യം ഒന്ന് റീഡ് ചെയ്യിപ്പിക്കുക, ഹലോ ദിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഹലോ പ്ലീസ് ഷട്ട് ഡൗൺ ഞാൻ ഷട്ട് ഡൗൺ ആവും. അങ്ങനെ ചെയ്യുന്നതാണ് എന്ത്, അൺനോൺ ടാർഗറ്റിനെ ട്രെയിൻ ചെയ്തിട്ട് ആ ഹൈപ്പോത്തിസിസ് ഫേസ്, ആ ഒരു എൻവയറമെന്റ് ലേണിംഗ് അത് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ അസംഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇൻ സൂപ്പർവൈസ്ഡ് ലേണിംഗ് മെയിൻ എയിം ഇസ് ടു ഡിറ്റർമിൻ ദി പോസിബിൾ ഹൈപ്പോത്തിസിസ് ഔട്ട് ഓഫ്. അപ്പോൾ കുറേ ഹൈപ്പോത്തിസിസ് ഫേസ് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇന്നത്തെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ എന്താണ് ഒക്കെ ഡേ ആണ്, എല്ലാം ഫുള്ളി ഡേ ആണ്, എല്ലാ സ്റ്റേറ്റിലും ഫുള്ളി ഡേ ആണ്. ഇന്ത്യയുടെ കേസാണ് ഞാൻ പറയുന്നത്. എല്ലാ എന്താണ് സ്റ്റേറ്റിലും ഡേ ആണ്, 3:48 എല്ലാവിടെയും എന്ന് ഞാൻ പറയുന്നു. പക്ഷെ ചിലവിടെ ഇപ്പൊ അവിടെ സൂര്യൻ ചിലവിടെ അസ്തമിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചില നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ 4:00 അവിടെ അസ്തമിക്കും. അപ്പോ നമുക്ക് അത് ഒരു കേസ് കിട്ടും. ഇനി കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് 6 മണിക്ക് സൂര്യൻ അസ്തമിക്കും. ഇനി തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാലോ ഇവിടെ 6 മണിക്ക് അസ്തമിക്കും.
സംഭവം ടൈം തന്നെയാണ്, ടൈം സെയിം ആണ്, പക്ഷെ വ്യത്യസ്ത ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നു, പോസിബിൾ, യെസ്, സൂര്യൻ എന്തായാലും ഇന്ന ടൈമിന് അസ്തമിക്കുന്നുണ്ട്. So there are some common methods to find out possible hypothesis from the hypothesis space. ഇനി ഹൈപ്പോത്തസിസ് സ്പേസിന് അതെന്താണെന്ന് അടുത്ത സ്ലൈഡിൽ വരുന്നത്. ഹൈപ്പോത്തസിസ് സ്പേസിന് എന്താ പറയാ, എല്ലാവർക്കും എന്താ പറയാ, ആ ക്ലാസ് റൂമിൽ എല്ലാവർക്കും ഇരിക്കാം. പക്ഷെ ഇതില് ബെസ്റ്റ് ഉണ്ട്. ഇപ്പം നിങ്ങളെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ വന്ന സമയത്ത് 44 പേരും എനിക്ക് ആരും അറിയില്ല. അതൊരു ഹൈപ്പോത്തസിസ് സ്പേസ് ആണ്. അത് ഞാൻ സെലക്ട് ചെയ്യണം, ടോപ്പർ ആരാണ്. അപ്പോഴാണ് നമുക്ക് അറിഞ്ഞത് ആദിത്യ, ഇവരാണ് ടോപ്പ്. പിന്നീടാണ് ഞാൻ കണ്ടുപിടിച്ചത്, അല്ലെ? അതുപോലെ പോസിബിൾ ആയിട്ടുള്ള ഹൈപ്പോത്തസിസുകൾ, അവൻ മാത്രമല്ല, നമ്മുടെ ബോയ്സ് തന്നെ ഇഷ്ടം പോലെ കുറെ പേര് പഠിപ്പിച്ചുകളുണ്ട്, ഗേൾസിലും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ ഇതിനെ മെഷീനെ കണ്ടുപിടിക്കുന്നത്. ഇഷ്ടംപോലെ ഹൈപ്പോത്തസിസ് സ്പേസ് ഉണ്ടാവും, അതിൽ ഇഷ്ടംപോലെ ഹൈപ്പോത്തസിസ് ഉണ്ടാവും, അതിൽ സെലക്ട് ദി ബെസ്റ്റ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് സ്പേസ് എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ജസ്റ്റ് ഡിപെൻഡ് അറ്റ് ദി സെറ്റ് ഓഫ് ഓൾ പോസിബിലിറ്റി. എന്തൊക്കെ പോസിബിൾ ആയിട്ട് വരാനുണ്ട്. ഇപ്പൊ ഇന്നത്തെ കേസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോ മഴ വരാം, മഴ വരും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. മഴ വരാതിരിക്കാം. സണ്ണി ഡേ ആണ്, ഇപ്പൊ സണ്ണാണ്, ഓക്കെ, സണ്ണി ഡേ ആണ്. ക്ലൗഡി ഡേ ആണ് ചോദിച്ചാൽ മേ ബി ക്ലൗഡ്സ് എനി ടൈം, നമുക്കറിയില്ലല്ലോ. ചില കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ക്ലൗഡ് എപ്പോ വേണമെങ്കിൽ വരാം, മൊത്തം സൂര്യൻ മറക്കാം. മഴ വരെ വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ് ഉണ്ട്, അതുകൊണ്ട് മഴ വരെ വെച്ച് മഴ വരാതിരിക്കാം. ഇനി ചില സമയത്ത് എന്താ പറയാ, കൊടുങ്കാറ്റ്, കാറ്റ്, നല്ല സ്ട്രോങ് വിൻഡ് വന്നു വരാമല്ലോ. അപ്പൊ ഇതെല്ലാം എന്താണ്, പോസിബിൾ ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് സ്പേസിൽ വരാം. ഇങ്ങനെയൊക്കെ അസംഷൻസ് വരാം, മനസ്സിലായോ? അപ്പൊ അതിലെന്താണ് ഹൈപ്പോത്തസിസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഹൈപ്പോത്തസിസ്? ഇസ് എ അപ്രോക്സിമേറ്റ് ഫംഗ്ഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ടാർഗറ്റ് ഇൻ സൂപ്പർവൈസ്ഡ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡേറ്റ ആസ് വെൽ ആസ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഹൈപ്പോത്തസിസ് മെയിൻ ആയിട്ട് അസംഷൻ എന്തൊക്കെയാണ്, ഡേറ്റിനെ ബേസ് ചെയ്താണ്. ഇപ്പൊ നമുക്ക് ഡേറ്റ കിട്ടിയിട്ടുണ്ട്, അതായത് ഇന്നത്തെ ഒരു ദിവസം കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം വിൻഡി ആവാം, മിസ്റ്റി ആവും, ക്ലൗഡി ആവാം, സണ്ണി ഡേ ആവും, റെയിനി ഡേ ആവും, എന്ത് ഡേ ആവും, ആസ് വെൽ ആസ് ബയസ് പ്രഡിക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻസ് അപ്ലൈ ടു ഡേറ്റ. അപ്പൊ നമുക്ക് ഡിസംബർ മാസം ആയതുകൊണ്ട് നമുക്ക് വി ക്യാൻ സേ ദാറ്റ് എന്തായാലും എന്താ പറയാ, സണ്ണി ഡേ വെച്ച് സണ്ണി ഡേ ആയിരിക്കാം. മഴ പെയ്തെന്ന് ചോദിച്ചാൽ മഴ വരില്ല എന്ന് നമുക്ക് തർക്കിച്ച് പറയാം. എപ്പോ? ഇപ്പത്തെ കാര്യമല്ല, പണ്ടത്തെ കാര്യമാണെങ്കിൽ. അപ്പോൾ ഹൈപ്പോത്തസിസ് ക്യാൻ ബി കൺക്ലൂഡ് ആസ് സിംഗിൾ ഹൈപ്പോത്തസിസ് ദാറ്റ് മാച്ച് ഇൻപുട്ട് ടു പ്രോപ്പർ ഔട്ട്പുട്ട്. അപ്പോൾ ഒരു ഇൻപുട്ട് നമ്മൾ കിട്ടി, ഡിസംബർ മാസം ആയതുകൊണ്ട് വി ക്യാൻ പ്രെഡിക്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് മിസ്റ്റി ഡേ ഓർ എന്താ, ഇറ്റ് ഈസ് എ വിന്റർ സീസൺ. അപ്പോൾ y = mx + p. അപ്പോൾ y എന്ന് പറയുന്നത് ഇവിടെ അതാണ്. ഇനി നമ്മൾ അടുത്ത മെയിൻ ആയിട്ടുള്ള ഇപ്പോൾ ടോപ്പിക് വരാൻ പോകുന്നത് റിഗ്രഷൻ എന്ന് പറയാം. അതിൽ പറയുന്നത് ഈ y എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ x. ഈ b എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റർ, അതേ കോൺസ്റ്റന്റ്. m ആണ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ, x ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് y ഇസ് ദ റേഞ്ച്. ഇത് പഠിച്ചിരിക്കണം, കാരണം അടുത്ത ടോപ്പിക് വരാൻ പോകുന്നത് അതാണ്. അപ്പം അതിന്റെ എക്സാമ്പിൾ കണ്ട, ഈ പ്ലസ് ഒക്കെയാണ് അതിന്റെ സ്ലോപ്സ്. ഇതൊക്കെ പ്ലസ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും. ഹൈപ്പോത്തസിസ് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ അതില് വി ക്യാൻ ആസ്യൂം സം എംപിരിക്കൽ ഔട്ട്പുട്ട്സ് കണ്ട, ചിലത് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ട, ഇവിടെയൊക്കെ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ഇവിടെ ഇടയിൽ കൂടെ വന്നത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, ഇടയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും. സോ വി ക്യാൻ നോട്ട് പ്രെഡിക്റ്റ്, മെഷീൻ കനോട്ട് പ്രെഡിക്റ്റ്. ഇനിയാണ് ദ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്, റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ വിത്ത് ലീനിയർ. സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്, സോറി, രണ്ടാമത്തെ കാറ്റഗറിയാണ് റിഗ്രഷൻ. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ ലീനിയർ മോഡൽ, കുറെ മോഡൽ നമ്മൾ പഠിച്ചില്ലേ, നമ്മുടെ ABCD 4 ഫിഗർ ആയിട്ട് പഠിച്ചില്ലേ. ഒന്ന് കൺസിസ്റ്റന്റ് ആണ്, ആ 7 ഡേറ്റ സെറ്റ് ഉണ്ട്, ഇങ്ങനെ പറഞ്ഞു. ഇനി ഒന്ന് മറ്റേ ലൈൻ, അതൊരു മോഡലാണ്, പക്ഷെ 7 ഡേറ്റ സെറ്റ് ആണ്, പക്ഷെ ഈ 7 ഡേറ്റ സെറ്റും കവർ ചെയ്യുന്നുണ്ട് പറഞ്ഞു. മൂന്നാമത്തെ ഫിഗറിൽ എന്താണ്, ഒരു ലീനിയർ ലൈൻ ഉണ്ട്, പക്ഷെ അവിടെ ഇങ്ങനെ വളഞ്ഞു വച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാ ഡേറ്റ സെറ്റും കവർ ആവുന്നുണ്ടും പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്നില്ലേ, എന്നാൽ ലീനിയർ കൺസിസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ ഫിഗർ കൺസിസ്റ്റന്റ് വിത്ത് 7 ഡിഗ്രി പോളിനോമിയൽസ്. തേർഡ് വൺ
തേർഡ് വൺ എന്തായിരുന്നു? തേർഡ് വൺ എന്തായിരുന്നു? തേർഡ് വൺ എന്തോ ആയിരുന്നു അല്ലേ? ഫോർത്ത് വൺ സൈനസോഡൽ ഫിറ്റ് ആണ് പറഞ്ഞത് അല്ലേ? അതൊന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒന്ന് വീഡിയോ ഒന്ന് കഴിഞ്ഞ സെഷനും വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിൽ കിടക്കാം. അപ്പോൾ ലീനിയർ റിഗ്രഷൻ മെഷീൻ. അപ്പോൾ ഇവിടെ ലീനിയർ റിഗ്രഷൻ മാത്സ് റിലേറ്റഡ് ആണ്. അതായത് ലാസ്റ്റ് 10 ദിവസത്തെ ടെമ്പറേച്ചർ നോക്കിയിട്ട് ഞാൻ ഇന്ന് കഴിക്കാം. ലാസ്റ്റ് 10 ദിവസത്തെ ടെമ്പറേച്ചറിന് ഇപ്പം വിൻഡോസ് യൂസർ ആയതുകൊണ്ട് വിത്ത് 31 മാക്സിമം ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ സെൽഷ്യസ് 25 ആണ് വിളിക്കാം. ആദ്യത്തെ 5 നോക്കിയപ്പോൾ 31 അപ്പൊ എനിക്കിന്ന് പറയാൻ പറ്റും എങ്ങനെയായാലും 31.5 വരാം, 31.3 വരാം, 26.7 വരാം, അത്രയും എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അതുപോലെയാണ് ഒരാളുടെ സാലറി. അപ്പോൾ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർ വരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഈ കോളേജ് വർക്ക് ചെയ്യണം. അപ്പൊ എനിക്കറിയാം ഏകദേശം എനിക്ക് എത്ര സാലറി, കാരണം അവരുടെ സാലറി ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്കും ഇത്രയേ വരുള്ളൂ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത് റിഗ്രഷൻ. സോ സെയിൽസ്, സാലറി, ഏജ്, പ്രൊഡക്റ്റ്, പ്രൈസ്. സോ ഇതിന് ഡിപ്പെൻഡന്റ്. അപ്പോൾ ഒന്നുമില്ല, റിഗ്രഷനിൽ എന്താണ് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും, ഇൻഡിപെൻഡന്റ്. അത് തമ്മിലുള്ള റിലേഷൻ അത് ആദ്യത്തെ ക്ലാസ് തന്നെ പറഞ്ഞാണ്. The relationship between dependent variable and independent variable. അതാണ് എന്ത് റിഗ്രഷൻ, മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കലി റെപ്രസെന്റിങ് y equal to a0 plus a1 x plus epsilon. ഇതിൽ a0 എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ് ആണ്, a1 ആണ് എന്ത് ലീനിയർ റിഗ്രഷൻ കോഎഫിഷ്യന്റ്, x ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, സോറി ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, y ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ആൻഡ് എപ്സിലോൺ എറർ വരാം, റാൻഡം എറർ വരാം. സോ y ഈസ് ഡിപെൻഡന്റ്. കണ്ട, ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷെ ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ, എന്നല്ല നമുക്ക് വായിക്കാൻ. ആ എക്സ് ആണെന്ത് നമ്മൾ ലാസ്റ്റ് 5 ഡേയ്സിന്റെ ടെമ്പറേച്ചർ നോക്കും. ഓക്കെ, നമുക്ക് ഇന്ന് പറയാൻ പറ്റും. അതാണ് വൈ. ഞാൻ ഇന്നത്തെ ടെമ്പറേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകണം. അതാണ് വൈ. എങ്ങനെ? ഫോർ ദ കമ്പാരിറ്റി ലാസ്റ്റ് 5 ഡേയ്സ്. അപ്പോൾ A1 ലീനിയർ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. കാരണം നമുക്കറിയാം ഇപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണ് നമുക്കറിയാം. എന്തായാലും അത് കൂടില്ലല്ലോ, അപ്പൊ അതൊരു കോഎഫിഷ്യന്റ് ആണ്. അപ്പോൾ ആ എക്സ് എന്താവാം? ആദ്യത്തെ ദിവസം നോക്കിയപ്പോൾ 26.5 ആണ്, അപ്പൊ അതൊരു കോഎഫിഷ്യന്റ് ആണ്, A1 ആണ്. രണ്ടാമത്തെ നോക്കി അപ്പോഴും 26.5 ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. മൂന്നാം ദിവസം നോക്കിയപ്പോൾ 26.4 ആണ്, നാലാം ദിവസം അങ്ങനെ 26.4 ആണ്. അങ്ങനെ പോയി നോക്കണം. അപ്പോൾ ടൈപ്സ് ഓഫ് ലീനിയർ റിഗ്രഷൻ, ഇത് വലിയ മറ്റേ ഡിസിഷൻ ഇപ്പോൾ മറ്റേ ക്ലാസിഫിക്കേഷൻ പോലെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, എന്നാലും നിങ്ങൾക്ക് പഠിക്കണം. 2 ടൈപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രഷൻ ഉണ്ട്, സിമ്പിൾ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. സിമ്പിൾ ലീനിയർ പ്രോഗ്രഷനിൽ ഒരു വേരിയബിൾ ഉണ്ടാവും, ഒരു ഡിപെൻഡന്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും. മൾട്ടിപ്പിൾ ലീനിയർ പ്രോഗ്രഷനിൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും, പക്ഷെ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും. മനസ്സിലായി? y ഈക്വൽ ടു എന്താ പറയാ, mx പ്ലസ് z. അപ്പൊ എക്സും സെറ്റും അറിഞ്ഞാലേ വൈയുടെ വാല്യൂ പറയാൻ പറ്റും. അത് മൾട്ടിപ്പിൾ. സിമ്പിൾ ആകുമ്പോൾ y ഈക്വൽ ടു f ഓഫ് x. എക്സ് എന്താണോ അതിനനുസരിച്ചേക്കും വൈ പറയാം. അത് സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ലീനിയർ റിഗ്രഷൻ ലൈൻ നോക്കാം. ലീനിയർ റിഗ്രഷനിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ലീനിയർ ലൈൻ ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിപെൻഡന്റ് റിലേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കൂ, ഇത് ഡിപെൻഡന്റ് വാല്യൂ ഇൻക്രീസസ് ഓൺ, അതായത് എക്സ് കൂടുന്തോറും എക്സ് ആക്സിസ് നമുക്കറിയാലോ, എക്സ് വാല്യൂ കൂടുന്തോറും വൈയുടെ വാല്യൂ കൂടും. അതായത് നമ്മൾ മാർക്ക് ചെയ്യാം, x2 ആകുമ്പോൾ y2, x3 ആകുമ്പോൾ y3, x4 ആകുമ്പോൾ y4. അപ്പൊ ലൈൻ ഇങ്ങനെ പോകണം. അപ്പൊ നൃത്തം വൈയുടെ വാല്യൂ ഇത് എന്താണ്, എക്സ് ആക്സിസ് പോസിറ്റീവ് അല്ലേ, വൈയുടെ ആക്സിസും ഇതെന്താണ് പോസിറ്റീവ് അല്ലേ. അപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് ആണ്, എന്താർത്ഥം? പോസിറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ്. മനസ്സിലായല്ലോ? എക്സ് വാല്യൂ കൂടുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ കൂടുന്നു. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇൻ അതർ വേർഡ്സ്, when x is directly proportional, y is directly proportional to x. x കൂടുന്നോറും y കൂടുന്നു. പക്ഷെ ഇനി ഒരു കേസ് പറയാം, എക്സ് കൂടുന്നോറും y കുറയുകയും ചെയ്യും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ അതെന്ത് പറയാം? നെഗറ്റീവ് 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 എന്താണ് ലീനിയർ റിലേഷൻഷിപ്പ്. കണ്ട, ഇവിടെ നോക്കൂ, എക്സിന്റെ വൈയുടെ വാല്യൂ കുറയുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നു,
ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സിന് വാല്യൂ നോക്കൂ, ഇതാ ഈ കേസ് കണ്ട. ശരിക്കും നിങ്ങൾ സർ വൈയുടെ വാല്യൂ, സോറി ഒരു മിനിറ്റ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതിന്റെ താഴെ നെഗറ്റീവ് അല്ലേ സാറ്? ശരിയാണ്, അവിടെ നോക്കൂ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇവിടെ താഴത്തെ ഒരു വരച്ചില്ല മാത്രമേ ഉള്ളൂ, എക്സ്റ്റെൻഡ് ചെയ്തില്ല മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കൂ, ആദ്യം എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 5 ആയിരുന്നു, 5 ആണ് ചെയ്യുന്നത്. എക്സ് 1 ആകുമ്പോൾ വൈ വാല്യൂ കുറയുകയേ ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നെഗറ്റീവ്. അതിന്റെ അർത്ഥം സാർ എന്തുകൊണ്ടാണ് താഴത്ത് ഗ്രാഫ് കാണിക്കാത്തതല്ല? പക്ഷെ ഇവിടെ ഇക്വേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഇക്വേഷൻ ഉണ്ടാ y = a0 + a1x. പക്ഷെ നെഗറ്റീവ് എന്ത് വരും? നെഗറ്റീവ് റിഗ്രഷനിൽ -a0 വരും. -a0. ആദ്യത്തെ ഇന്റർസെപ്റ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. പോസിറ്റീവ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, a0 ആയിരിക്കും, പ്ലസ് നെഗറ്റീവ് -a0 ആയിരിക്കും. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഗ്രാഫും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം കഴിയാനായി. ഫൈൻഡ് ദ ബെസ്റ്റ് ഫിറ്റ് ലൈൻ. വർക്കിംഗ് വിത്ത് ലീനിയർ. അപ്പോൾ നമ്മൾ ലീനിയർ പ്രോഗ്രഷന്റെ കേസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ഗോൾ എന്താ? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓവർ ഫിറ്റിംഗ്, അണ്ടർ ഫിറ്റിംഗ് ഒക്കെ ഇപ്പൊ ഈ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാക്സിമം ബെസ്റ്റ് ഫിറ്റ് ലൈൻ എല്ലാ ഡാറ്റ സെറ്റും ആ ലൈനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ബെസ്റ്റ് ഫിറ്റ്. അതായത് പ്രഡിക്ഷൻ എറർ. ഇപ്പൊ ഒരാൾ ജോയിൻ ചെയ്തു, അപ്പൊ ഞാൻ പ്രഡിക്റ്റ് അയാൾക്ക് ഒരു 10 രൂപ സാലറി ഉണ്ടാവും. അയാളൊരു M.Tech കഴിഞ്ഞ ആളാണ്, 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടില്ല. അയാൾക്ക് ഒരു 23 രൂപ സാലറി ഉണ്ട്, അതിൽ 16 രൂപ സാലറി ഇല്ല. 18 ഞാൻ പ്രഡിക്റ്റ്. എന്നിട്ട് അയാളോട് ചോദിച്ചു, പറഞ്ഞോ കുഴപ്പമില്ല സാലറി പറയുമോ? അപ്പൊ അയാൾ പറയും, എനിക്കൊരു 18.1 ഉണ്ട്. അപ്പൊ ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് ഏകദേശം ആയിട്ട് തന്നെയാണ്, പക്ഷെ ഒരു ചിലപ്പോൾ കൂടി ഉണ്ടാവും. മിനിമൈസ്. അപ്പൊ എന്റെ പ്രഡിക്ഷൻ എറർ ഏകദേശം സെയിം ആയില്ലേ? എറർ ചെറിയൊരു എററേ ഉള്ളൂ. അപ്പൊ അതാണ് എന്ത്? ബെസ്റ്റ് ഫിറ്റ്. അപ്പൊ ബെസ്റ്റ് ഫിറ്റ് എപ്പോഴും എന്തായിരിക്കും? ലീസ്റ്റ് എറർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരാൾ പറയും, നിങ്ങൾ എൻ്റെ അടുത്ത് പറയാം, സാർക്ക് ഒരു 40 രൂപ ഉണ്ടാവില്ലേ? 40 രൂപ നിങ്ങൾ പറയുന്നു, ഞാൻ പറഞ്ഞ പോലത്തെ സാലറി എനിക്കൊരു 50 രൂപ കിട്ടും. നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്തും എന്റെ ഔട്ട്പുട്ട് എന്താണ്? വല്ലാത്ത വ്യത്യാസം. 10 രൂപയാണ് വ്യത്യാസം. 10 രൂപ ഒരു നിയർലി അപ്രോക്സിമേറ്റ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പറയാം. പക്ഷെ അവിടെ നിന്ന് എറർ കൂടുതൽ. അപ്പൊ എന്താ ബെസ്റ്റ് ഫിറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി കോസ്റ്റ് ഫംഗ്ഷൻ. ഈ കോസ്റ്റ് ഫംഗ്ഷൻ ഒന്നുമില്ല. നമ്മളിപ്പോ y = f(x) വന്നില്ല. ഇപ്പൊ y = a1 a0 + a1x എന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയില്ലേ? ഈ ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ നിറയെ ഹൈപ്പോത്തിസിസ് ഉണ്ടാവും. അതിൽ ഏത് ഹൈപ്പോത്തിസിസ് ആണ് സൂട്ടബിൾ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ കോസ്റ്റ് ഫംഗ്ഷൻ. ഏത് ഹൈപ്പോത്തിസിസ് ആണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് വൈയുടെ വാല്യൂ ഒപ്റ്റിമം ആവുന്നത്. അതായത് റൈറ്റ് സൈഡിൽ ഏത് ഫംഗ്ഷൻ വരാനും. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പറയാം, സ്ക്വയർ റൂട്ട് എന്നൊരു ഫംഗ്ഷൻ അല്ലെ? ഒരു നമ്പർ, കുറെ നമ്പർ ഉണ്ട്, അതിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എക്സാക്ട്ലി നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 9 കിട്ടണമെങ്കിൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 9 എത്ര? 3. അപ്പോൾ ആയിക്കൊള്ളു. അപ്പൊ ഞാൻ ചോദിക്കും, സർ സ്ക്വയർ റൂട്ട് ഓഫ് 10 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും 3 something കിട്ടില്ലേ? എന്തായാലും 4 ആവുമോ? 3.5 വരുമോ? ഇല്ല. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ കോസ്റ്റ് ഫംഗ്ഷൻ. അതായത് ഡിഫറെന്റ് വാല്യൂസ് ഫോർ വെയിറ്റ്സ് ഓഫ് കോഎഫിഷ്യന്റ്സ് ഓഫ് യൂസ് ദ ഡിഫറെന്റ് ലൈൻ ഓഫ് റിഗ്രഷൻ. കാരണം ഡിഫറെന്റ് ലൈൻ ആയിട്ട് കോസ്റ്റ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂസ് ഓഫ് കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ബെസ്റ്റ് ഫിറ്റ് കിട്ടാൻ വേണ്ടി ആ കോഎഫിഷ്യന്റിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? അതായത് ഒപ്റ്റിമൈസ് ചെയ്യുക കോഎഫിഷ്യന്റ് വെയിറ്റിനെ. ഇപ്പൊ a10 വന്നില്ലേ? a0 + a1x ഇല്ല, ആ a1 എന്നത് കോഎഫിഷ്യൻ ആണ്, സോറി റിഗ്രഷൻ കോഎഫിഷ്യൻ ആണല്ലോ. അതിനെ കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? ബെസ്റ്റ് ഫിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ മാക്സിമം ഡാറ്റ സെറ്റിനെ ഇൻക്ലൂഡ് ചെയ്യണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ഈ കോസ്റ്റ് ഫംഗ്ഷൻ വരുന്നത്? അതായത് അക്യുറസി. ഇപ്പൊ നിങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞു പ്രഡിക്റ്റ് ചെയ്തത്, നിങ്ങളതിങ്ങനെ ചോദിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു പുതിയ ആൾ എന്റെ അതേ വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, സാർക്ക് ഒരു ഇപ്രാവശ്യം. അപ്പൊ അയാളോട് നിങ്ങൾ പറയാം, സാർക്ക് ഒരു 75, ഒരു എന്താ പറയാ 45 ഇല്ലേ? പറയും, എനിക്കൊരു 48 ഉണ്ട്. അപ്പൊ നിങ്ങള്
നിങ്ങൾ എന്നോട് പറഞ്ഞു 40 പറഞ്ഞു അല്ലേ? അന്നത്തെ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പാഠം പഠിച്ചു. ഇനി 40 പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രഡിക്ഷൻ എറർ വരാം. അപ്പൊ എന്ത് ചെയ്തു? കുറച്ചും കൂടി കൂട്ടി നിങ്ങളുടെ പ്രഡിക്ഷൻ. അപ്പൊ ഏകദേശം പ്രഡിക്ഷൻ എറർ കുറഞ്ഞു കൂടി. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കോസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ ഹൈപ്പോത്തിസിസ് ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കോസ്റ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഹാഷിംഗ് ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾ പറഞ്ഞില്ലേ, h(10) ഉപയോഗിക്കണോ h(20) ഉപയോഗിക്കണോ, അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് കോസ്റ്റ് ഫംഗ്ഷൻ. അതിനെ പിടികിട്ടില്ലോ? ഇത് എത്ര വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ലീനിയർ റിഗ്രഷന് കണ്ടുപിടിക്കാൻ വേണ്ടി പല കോസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്. അതിലൊരു കോസ്റ്റ് ഫംഗ്ഷൻ ആണ് രണ്ട് കോസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്. ആ ഹൈപ്പോത്തിസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് കോസ്റ്റ് ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ മീൻ സ്ക്വയർ എറർ. അപ്പൊ നിങ്ങൾ പറഞ്ഞു പ്രഡിക്ഷൻ എറർ ഉണ്ട്, അതിൽ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അതിനെ മീൻ ചെയ്യുക. അതിനാണ് മീൻ സ്ക്വയർ എറർ. കേട്ടോ, ഇവിടെ നോക്കൂ, a1x plus a0, അതാണ് ഞാൻ പറഞ്ഞില്ല y = f(x). അതിന് നിങ്ങൾ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. എന്നിട്ട് അതിന് മീൻ ചെയ്യുന്ന അർത്ഥം എന്താ? സിഗ്മ ഇട്ടിട്ട്, അതായത് y പറയുന്നത് എന്താ? ഔട്ട്പുട്ട്. എന്താ പറയാ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്, ഒബ്റ്റെയിൻഡ് ഔട്ട്പുട്ട്, ആക്ച്വൽ ഔട്ട്പുട്ട്. ഇത് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തു. ഇത് തമ്മിൽ ഡിഫറൻസ് കാണാം. പക്ഷെ ഡിഫറൻസ് കാണുന്ന മുമ്പ് എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ സ്ക്വയർ കാണണം, എന്നിട്ട് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാണണം, എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം? കാണാം. ആ എറർ കണ്ടുപിടിക്കാനാണ്. എറർ കണ്ടുപിടിക്കുന്നത് നിങ്ങളിപ്പോ 40 പോലും എനിക്ക് കിട്ടിയത് പക്ഷെ 50 രൂപ സാധനം. അപ്പൊ നിങ്ങൾ 50 - 10, എന്നിട്ട് എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അതിന്റെ മീൻ കാണാം. മീൻ ചെയ്യാൻ എന്താ അർത്ഥം? എല്ലാത്തിന്റെയും സമ്മേഷൻ ആണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന് ചെയ്യാം, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ എന്നെ ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ 10 പേര് കോളേജ് ജോയിൻ ചെയ്ത് 10 പേരോടും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ 10ാമത്തെ എന്തായിരിക്കും? ആൻസർ കറക്റ്റ് ആയിരിക്കും. കറക്റ്റായിട്ട് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തു, അയാൾ പറഞ്ഞ ആൻസറും കറക്റ്റ് ആണ്. അപ്പൊ എന്താവും? ഇത് മൈനസ് ചെയ്ത് 0 ആവും. അപ്പൊ ആൻസർ 1 കിട്ടും. അപ്പൊ മീൻ സ്ക്വയർ എറർ അവിടെ കുറവായി. മനസ്സിലായോ? സോ അതാണ് yi, ആക്ച്വൽ വാല്യൂ, പ്രെഡിക്റ്റഡ് വാല്യൂ. നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തും ആക്ച്വലും കൂടി സബ്ട്രാക്ട് ചെയ്യുക. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ പ്രെഡിക്റ്റഡ് വാല്യൂ എന്ത് ചെയ്യുക? ആദ്യം സ്ക്വയർ ചെയ്യുക. അതാണ് സ്ക്വയേർഡ് എറർ. നിങ്ങൾ പ്രിഡിക്ഷൻ ചെയ്തിട്ട് എറർ ഉണ്ട്, എന്ത് ചെയ്യുക? അത് സ്ക്വയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ ഡിഫറൻസ് കണ്ടിട്ട് അതിന്റെ മീൻ കാണാം. അതാണ് ആദ്യത്തെ കോസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുന്ന ലാസ്റ്റ് കോസ്റ്റ് ഫംഗ്ഷൻ ആണ് ഗ്രേഡിയന്റ് ഡീസൻ. ഗ്രേഡിയന്റ് ഡീസൻ ഒന്നുമില്ല. ഗ്രേഡിയന്റ് ഡീസന് ഈ MSE ഇല്ലേ, മിനിമം സ്ക്വയർ എറർ ഇല്ലേ, അതിനെ കുറയ്ക്കാൻ നോക്കുക. MSE അതായത് മിനിമം സ്ക്വയർ എറർ, മിനിമം അല്ല, മീൻ സ്ക്വയർ എറർ കൂടുന്തോറും നിങ്ങളുടെ പ്രഡിക്ഷൻ തെറ്റാണ് അർത്ഥം. നിങ്ങൾ എല്ലാ സമയത്തും പ്രഡിക്ഷൻ ചെയ്തൊക്കെ തെറ്റാണ്. പറയും ഇപ്പൊ 10 - ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ആക്ച്വൽ ഔട്ട്പുട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടിയത് 10 ആണ്, പക്ഷെ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തത് 5 ആണ്. 10 - 5 എത്ര? 5 അല്ലെ? പക്ഷെ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തും എനിക്ക് കിട്ടിയ ഔട്ട്പുട്ടും സെയിം ആണ്. 10 - 10 എത്രയായി? 0. അപ്പൊ എറർ ഏതിലാണ് കൂടിയത്? ഇപ്പോ മീൻ സ്ക്വയർ എറർ 5 ആണോ 0 ആണോ? ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാ? 0. അതായത് നിങ്ങൾ പ്രഡിക്ഷൻ വളരെ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു. അതിന് വേണ്ടിയാണ് ഗ്രേഡിയന്റ് ഡീസെന്റ്. അതിന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഒരു മോഡലാണ്. ഇറ്റ് യൂസസ് ഗ്രേഡിയന്റ് ഡീസെന്റ് ടു അപ്ഡേറ്റ് ദി കോഎഫിഷ്യന്റ്സ് ഓഫ് ദി റെഡ്യൂസിനെ കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ കുറയ്ക്കാൻ മതി. അപ്പൊ അതിനു വേണ്ടിയാണ് ഒരു മെത്തേഡാണ് പ്രോസസ് ഫൈൻഡ് ദ ബെസ്റ്റ് മോഡൽ ഔട്ട് ഓഫ് ബെസ്റ്റ് മോഡൽ. അപ്പൊ നമുക്ക് ഗുഡ് ഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മോഡലിന്റെ പെർഫോമൻസ്. ഇനി അടുത്തൊരു മെത്തേഡാണ് ആർ-സ്ക്വയർ മെത്തേഡ്. അതായത് മോഡൽ പെർഫോമൻസ് നമ്മൾ മറ്റേ സെക്കൻഡ് വൺ പഠിച്ചില്ലേ, ഏജന്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി പീസ് പി ഫോർ എന്തായിരുന്നു? പി ഫോർ എന്തായിരുന്നു? E for environment, A for actuator, S for sensors, P എന്തായിരുന്നു? എന്തായിരുന്നു? നോക്കുക. ഓക്കെ, പി എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പി എന്താണ്? അപ്പൊ അതേപോലെ ആ ഒരു മോഡൽ, ലീനിയർ മോഡൽ,
അത് ഗുഡ് ഫിറ്റ് ആണോ, അല്ല ബെസ്റ്റ് ഫിറ്റ് ആണോ, അല്ല ഓവർ ഫിറ്റ് ആണോ? അപ്പോൾ അതിന് പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ പേരാണ് അത് മാക്സിമം ഒപ്റ്റിമൈസേഷൻ. അതായത് ബെസ്റ്റ് മോഡൽ കണ്ടുപിടിക്കണം. കുറെ മോഡൽ ഉണ്ട്, പക്ഷെ ഏത് മോഡലാണ് എല്ലാ ഡാറ്റ സെറ്റും കവർ ചെയ്യുന്നത് അത് ഫൈൻഡ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ആർ സ്ക്വയർ മെത്തേഡ്. എന്താണ് ആർ സ്ക്വയർ മെത്തേഡ്? ആർ സ്ക്വയർ മെത്തേഡ് പറഞ്ഞാൽ എന്താ പറയാ, ഇതിന്റെ ഇക്വേഷൻ, അതായത് എക്സ്പ്ലെയിൻഡ് വേരിയേഷൻ ബൈ ടോട്ടൽ വേരിയേഷൻ. അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ എന്താണോ പ്രിന്റ് ഔട്ട്പുട്ട് ബൈ ഡിവൈഡ് ബൈ ടോട്ടൽ. അതായത് ഇവിടെ പറയുകയാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ആൻഡ് ഇൻഫിനിറ്റ് ഓൺ എ സ്കെയിൽ ഓഫ് 0. അതായത് ഇത്ര വാല്യൂവിൽ നിങ്ങൾ ഓരോന്നും ഒരു 10 എണ്ണം 10 പ്രാവശ്യം നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ കിട്ടുന്ന ആക്ച്വൽ ഔട്ട്പുട്ട് എഴുതുക. എത്ര ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടി നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് നോക്കുക. അന്ന് അങ്ങനെ സ്കെയിൽ ചെയ്ത് നിങ്ങളുടെ എറർ, പ്രഡിക്ഷൻ എറർ കുറയുന്നുണ്ടോ നോക്കുക. അത് തമ്മിൽ ഡിഫറൻസ് നോക്കുക. അല്ല, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രെഡിക്റ്റ് വാല്യൂസ് ആൻഡ് ആക്ച്വൽ വാല്യൂസ് ആൻഡ് ദി ഗുഡ് മോഡൽ. അതാ പറയുന്നത്. ഇത് അത്ര വലിയ കാര്യമൊന്നും നോക്കണ്ട. ജസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഫോർ മൾട്ടിപ്പിൾ. അതായത് ഇതിൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ സിംഗിൾ റിഗ്രഷനും മൾട്ടിപ്പിൾ റിഗ്രഷനിൽ കോഎഫിഷ്യന്റ് ഓഫ് മൾട്ടിപ്പിൾ ഡിറ്റർമിനേഷൻ ആണ് എന്നർത്ഥം. അതായത് ഇതൊന്നുമില്ല, എക്സ്പ്ലെയിൻഡ് വേരിയേഷൻ ബൈ ടോട്ടൽ. നിങ്ങൾ എത്ര പ്രാവശ്യം ഒബ്സർവ് ചെയ്തു, അതിൽ എത്ര എണ്ണം ശരിയായി, അതാണ് എന്ത് ആർ സ്ക്വയർ. കാര്യം കിട്ടുക. നിങ്ങൾ 10 പ്രാവശ്യം നമ്മൾ ഫിസിക്സിലൊക്കെ, നിങ്ങൾ ഈ കെമിസ്ട്രിയിലൊക്കെ റീഡിങ് എടുക്കില്ലേ, 10 പ്രാവശ്യം റീഡിങ് ചെയ്യില്ലേ, നമ്മൾ എന്താ പറയാ, സ്റ്റെബിലൈസർ. അങ്ങനെ 10 പ്രാവശ്യം നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുമ്പോൾ 10ാമത്തെ പ്രാവശ്യം കറക്റ്റ് ആയി കിട്ടുക. ആണ് ഈ ആർ സ്ക്വയർ മെത്തേഡ്. ഇത്രേ ഉള്ളൂ. വേറെ കാര്യം നോക്കണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ കൂടി ജസ്റ്റ് എന്താണെന്ന് നോക്കാം. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഒന്നുമില്ല, ഞാൻ പറഞ്ഞു ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും. സോറി, ഒരു ഡിപെൻഡന്റ് വേരിയബിളിലേക്ക് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷേ സിംഗിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇസ് യൂസ് ടു മോഡൽ, അതാണ് സിംപിൾ ലീനിയർ. പക്ഷെ മൾട്ടിപ്പിൾ ലീനിയറിൽ എന്താണ് സിംഗിൾ മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ്. സം കീ പോയിന്റ്സ്. MLR എന്താണ്? മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. അത് ഡിപെൻഡ് ഓഫ് ടാർഗറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ് ആയിരിക്കണം. ഈച്ച് ഫീച്ചർ ലീനിയർ റിലേഷൻഷിപ്പിൽ ആയിരിക്കണം. പിന്നെ ഫിറ്റും ആയിരിക്കണം. എല്ലാ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഫിറ്റും ആവണം. ഈ ഡിപെൻഡന്റ് വേരിയബിൾ എപ്പോഴും ഈ എത്ര മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അതിനൊക്കെ എന്തായിരിക്കാം, മസ്റ്റ് മോഡൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനെ കൊണ്ടുള്ള ഉപയോഗമുള്ളൂ. പിന്നെ ഡിപെൻഡന്റ് വേരിയബിൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് ഇൻഡിപെൻഡന്റ് എങ്ങനെയൊക്കെ പോകുന്നു അതിനനുസരിച്ചായിരിക്കും ഡിപെൻഡന്റ് വേരിയബിൾ കൂടണം. അതായത് പ്രഡിക്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെ ഇതാണ് അതിന്റെ ഇക്വേഷൻ. കണ്ട, yi β0 xy xi1 ഇതൊരു 1 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അങ്ങനെ എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്? β0 ഇന്റർസെപ്റ്റ് ഞാൻ പറഞ്ഞു ഓൾറെഡി. xi എക്സ്പ്ലനേറ്ററി വേരിയബിൾ. ഇപ്പൊ മനസ്സിലായി എക്സ്പ്ലനേറ്ററി എന്താണ്? റാൻഡം നമ്മൾ പറഞ്ഞില്ല ഇപ്പോ ഇവിടെ ഫോർമുല എക്സ്പ്ലനേറ്ററി. അപ്പൊ അത് എല്ലാം കൂടി എന്ത് ചെയ്യുക, സമ്മേഷൻ ചെയ്യുക, മീൻ ചെയ്യുക. എന്നിട്ട് മീൻ ചെയ്തിട്ട് എന്നിട്ട് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, പ്രഡിക്ഷൻ എറർ എന്തായാലും ഉണ്ടാവുമല്ലോ, ചെറിയ എറർ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, xi എക്സ്പ്ലനേറ്ററി വേരിയബിൾ, ബീറ്റ എന്താണ്, സ്ലോപ്പ്, ഓരോത്തിന്റെ റിഗ്രഷന്റെ കോഎഫിഷ്യൻ. ഇവിടെ മൾട്ടിപ്പിൾ റിഗ്രഷൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ കോഎഫിഷ്യൻ ആൻഡ് അസംഷൻ. ലീനിയർ റിലേഷൻ ഷുഡ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടാർഗറ്റ് ആൻഡ് ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് ഇടയിലായിരിക്കണം. Regression result must be normal distributed and inflow. Okay, that's all. അങ്ങനെ 5ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത 3rd യൂണിറ്റിലേക്ക് ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ക്രിസ്മസ് എന്താ പറയുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ, സൈനിങ് ഓഫ്.